സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കിട്ടാനില്ല എന്ന് പരാതി. സ്വകാര്യ ഫാർമസികൾ ഉയർന്ന വില ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. MG പ്രതീഷ് മറ്റു വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 31 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച മരിച്ചത്. ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും, ഒപ്പം മരണത്തിലേക്ക് വരെ പോകാൻ സാഹചര്യമുള്ള കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഈ സാഹചര്യത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തിനുള്ള വാക്സിൻ ക്ഷാമം സംസ്ഥാനത്ത് രൂക്ഷമായിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും വാക്സിൻ കിട്ടാനില്ല എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. പല ഇടങ്ങളിലും ആവശ്യക്കാർ ഈ മരുന്നിന് വേണ്ടി പോയെങ്കിലും അവിടെ മരുന്ന് സ്റ്റോക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ ആവശ്യക്കാർക്ക് ലഭിക്കുന്നത്. ഇതിൽ പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രധാനപ്പെട്ട വാക്സിൻ നിർമ്മാതാക്കൾ. അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമമാണ് ഈ വാക്സിൻ ഉൽപ്പാദനം കുറയാനുള്ള കാരണമായി കമ്പനികൾ പറയുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കൃത്യമായി ഒരു വിതരണം സംസ്ഥാനത്തേക്ക് ഈ വാക്സിൻ്റെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് കിട്ടാനില്ല. സാധാരണഗതിയിൽ സ്വകാര്യ ഫാർമസികളിൽ നേരത്തെ ഈ വാക്സിൻ ലഭ്യമായിരുന്നു. പക്ഷേ ചുരുക്കം ചില ഫാർമസികളിൽ മാത്രമാണ് നിലവിൽ സംസ്ഥാനത്ത് ഈ വാക്സിൻ ലഭ്യമായിട്ടുള്ളൂ. പക്ഷേ ഈ വാക്സിൻ ലഭ്യമായി ഇത്തരം ഫാർമസികൾ ഉയർന്ന വില ഈടാക്കുന്നു എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വാക്സിൻ ക്ഷാമം പരിഹരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ നവജാത ശിശുക്കൾ, ഒപ്പം ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നിർബന്ധമാണ്. 5 വയസ്സിനിടെ കുട്ടികൾക്ക് 3 തവണയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ സൗജന്യമായി നൽകുന്നത്. ഇതിനുള്ള ചെറിയൊരു സ്റ്റോക്ക് മാത്രമാണ് നിലവിൽ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഉള്ളത്. സ്വകാര്യ ആശുപത്രികളും വലിയ പ്രതിസന്ധി ഈ വാക്സിൻ്റെ കാര്യത്തിൽ നേരിടുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ വാക്സിൻ സംസ്ഥാനത്ത് വിതരണത്തിനായി എത്തിയെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. വലിയ തരത്തിൽ ഒരു ആശങ്ക നിലവിൽ രോഗികൾക്കുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പിടിമുറക്കുന്ന സാഹചര്യമാണുള്ളത്. മലബാർ മേഖലയിലും തെക്കൻ കേരളത്തിലും അടക്കം നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം പകരുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി മാരകമായ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വാക്സിൻ ക്ഷാമം പരിഹരിക്കണമെന്നതാണ് ആരോഗ്യ വകുപ്പിനോട് പലരും ആവശ്യപ്പെടുന്നത്. SKN. പ്രതീഷ്, ബിനു സദാശിവന്റെ ഒരു യൂട്യൂബ് സന്ദേശം പറയുന്നത്, SKN ഷിരൂരിൽ ചില മലയാള മാധ്യമങ്ങൾ നടത്തിയത് മാധ്യമ സംസ്കാരത്തിന് നിരക്കാത്ത ചില കാര്യങ്ങളാണ്. ചാനലുകൾ തമ്മിലുള്ള കിടമത്സരത്തിന് വേദിയാകേണ്ട സ്ഥലമായിരുന്നില്ല ഷിരൂർ. താങ്കൾ പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുമുണ്ട്. രഞ്ജിത്ത് ശിവ പറയുന്നു, ചില വാർത്തകൾ SKN ബാധിക്കാറുണ്ട്, അത് മുഖത്ത് മനസ്സിലാകുന്നു എന്ന്. ചിലപ്പോഴൊക്കെ അതങ്ങനെ ബാധിക്കും. കാര്യം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആളുകൾ അപരാധികളും ഒക്കെ തന്നെ നമ്മളെയും ബാധിച്ചെന്ന് വരും. മുഖം മനസ്സിൻ്റെ കണ്ണാടി.